തിന്മയ്ക്ക് മേലുള്ള നന്മയുടെ വിജയം അഥവാ രാമചന്ദ്രൻ രാവണനെ വധിച്ചതായുള്ള ദിനം. അതാകുന്നു ദസറ അഥവാ വിജയദശമി. കൂടാതെ ദുർഗാമാതാവ് അസുരനാകുന്ന മഹിഷാസുരൻ എന്ന അസുരനെ വധിച്ചു വീഴ്ത്തിയ ദിനം. അതാകുന്നു ദസറ അഥവാ വിജയദശമി. ദേവി മഹാമായയുടെ 9 ശക്തികളെ 9 രാവുകളിൽ പൂജിച്ച് ആരാധിച്ച് വന്നതിന് ശേഷമുള്ള 10ാം ദിനമാകുന്നു ദശമി അഥവാ ദസറയായി കൊണ്ടാടുന്നത്. ശ്രീരാമചന്ദ്രനാൽ രാവണൻ വധിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ പിറ്റേന്നാൾ സൂര്യൻ ഉദിക്കപ്പെടുകയില്ലായിരുന്നു എന്നുള്ള കഥയും ചില തിരുവെഴുത്തുകളിൽ പരാമർശിക്കപ്പെടുന്നതായി കാണുവാൻ കഴിയുന്നു. ഐതിഹ്യപരമായി മാത്രമല്ല, കാലാവസ്ഥാ സംബന്ധമായും ഈ ദസറ നാൾക്ക് ശേഷം മാറ്റം സംഭവിക്കുന്നു. വിളവെടുപ്പ് കാലത്തിന്റെയും സമൃദ്ധിയുടെ കാലത്തിന്റെയും തുടക്കമാകുന്നു ദസറ. ഭാരതത്തിന്റെ അയൽ രാജ്യങ്ങളാകുന്ന ബംഗ്ലാദേശിലും നേപ്പാളിലും കൊണ്ടാടി വരുന്ന ഈ ഉത്സവത്തിന്റെ ദിനം തന്നെയാകുന്നു അശോക ചക്രവർത്തിയും കാലങ്ങൾക്ക് ഇപ്പുറം ഭരണഘടനയുടെ ശില്പിയാകുന്ന ഡോക്ടർ BR അംബേദ്കറും ബുദ്ധമതം സ്വീകരിച്ചതായി കാണുന്നത്. ഹിന്ദിയിൽ ദസഹര എന്നും ഭോജ്പുരി, മൈഥിലി, നേപ്പാളി ഭാഷകളിൽ ദശാഹര എന്നും അല്ലെങ്കിൽ ദശൈൻ എന്നും ഈ ദിവസം അറിയപ്പെടുന്നു. ഇത് എല്ലാ വർഷവും ദുർഗാപൂജയുടെയും നവരാത്രിയുടെയും അവസാനമായി ആഘോഷിക്കുന്ന ദിവസമാകുന്നു. ഈ ദിനം ചന്ദ്രസൗര വർഷത്തിലെ 7ാം മാസമാകുന്ന അശ്വനി മാസത്തിൽ കൊണ്ടാടുന്നു. കർണാടകയിലെ വളരെ പ്രാധാന്യമുള്ള ദസറ കിഴക്കൻ ഭാരതത്തിലേക്ക് ചെല്ലുമ്പോൾ ദേവിയുടെ വലിയ ശില്പങ്ങൾ നിർമ്മിച്ച് 9 നാൾ, അതായത് നവരാത്രി ദിനങ്ങളിൽ പൂജിച്ച് 10ാം നാൾ നദിയിൽ നിമജ്ജനം ചെയ്യുന്നു. ആ ആചാരത്തിന് പിന്നിലെ വിശ്വാസം, ദേവി പരാശക്തി തങ്ങളുടെ വീടുകളിൽ വന്ന് അനുഗ്രഹിച്ചതിന് ശേഷം 10ാം നാൾ തിരികെ കൈലാസപർവ്വതമാകുന്ന തൻ്റെ വാസസ്ഥലത്തിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നാകുന്നു. ഇങ്ങനെയുള്ള ദസറ അഥവാ വിജയദശമി മഹാഭാരതം പറയുന്നത് പ്രകാരം പാണ്ഡവയോദ്ധാവാകുന്ന അർജുനൻ കൗരവരെ പരാജയപ്പെടുത്തിയ ദിവസമാകുന്നു. അതായത് വിരാട രാജ്യമായ മത്സ്യത്തിൽ 13ാം വർഷത്തെ വനവാസവും അജ്ഞാതവാസവും രഹസ്യമായി ചെലവഴിച്ചതിന് ശേഷം മത്സ്യന്മാരുടെ പശുരക്ഷയും നടത്തിയതിന് ശേഷം പാണ്ഡവ സഹോദരന്മാരുടെ അജ്ഞാതവാസം കഴിയുന്ന ദിവസവും കൂടിയാകുന്നു അന്ന്. വിരാടപുരിയിലേക്ക് പോകുന്നതിന് മുൻപ് 1 വർഷത്തേക്ക് തങ്ങളുടെ ആയുധങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനായി അവർ ഒരു ശമീവൃക്ഷത്തിൽ അവ വച്ചിരുന്നു. അതവിടെ നിന്ന് എടുത്ത ദിവസമാകുന്നു വിജയദശമി ദിവസം. അങ്ങനെ രാമായണത്തിലും മഹാഭാരതത്തിലും ദേവീ മഹാത്മ്യത്തിലും തിന്മയ്ക്കെതിരെയുള്ള നന്മയുടെ വിജയമായി കണക്കാക്കുന്ന ദസറ അഥവാ വിജയദശമി ഹിന്ദു വിശ്വാസപ്രകാരം അത്യധികം മഹത്തായ ദിനമാകുന്നു.